നമ്മുടെ നാട്ടിൽ അയൽക്കാർ തമ്മിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളാണ്. ചിലപ്പോൾ അയൽക്കാരന്റെ മരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള മരങ്ങൾ അയൽക്കാരന്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളെ ചൊല്ലിയാണ് അയൽക്കാർ തമ്മിൽ പ്രധാനമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അയൽക്കാരന്റെ നമുക്ക് ശല്യമാവുന്ന മരങ്ങൾ എങ്ങനെ മുറിച്ചു മാറ്റാം എന്ന് നോക്കാം. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുമായി പഞ്ചായത്തിനെയും കോടതിയെയും വരെ സമീപിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില ആളുകൾക്ക് എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്ന് വരെ അറിയാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ പഞ്ചായത്തുകളിലും ലീഗൽ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിനെ നിയമിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ പഞ്ചായത്തുകളിൽ ഹിയറിംഗ് വയ്ക്കുകയും പഞ്ചായത്തുകളിൽ വരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ സെല്ലുകൾ. അഡ്വക്കേറ്റ്സിനെയാണ് പഞ്ചായത്തുകളിലെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ലീഗൽ സെല്ലുകളിൽ നിയമിക്കുന്നത്. പഞ്ചായത്തുകളിൽ വരുന്ന പകുതിയിലേറെ പ്രശ്നങ്ങളും അയൽക്കാരന്റെ മരങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. കേൾക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമാണെങ്കിലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ വളർത്തുന്ന മരങ്ങളുടെ ചില്ലകൾ നമ്മുടെ പറമ്പിൽ തന്നെ നിലനിർത്തുന്നതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ വളർത്തുന്ന മരങ്ങളുടെ ചില്ലകൾ അയൽക്കാരന്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അയൽക്കാരന്റെ സ്വാതന്ത്ര്യത്തിനും അനുഭവ അവകാശത്തിനും തടസ്സം സൃഷ്ടിച്ചേക്കാം. അങ്ങനെ തടസ്സമുണ്ടാക്കാനോ അവന്റെ സ്വാതന്ത്ര്യം ഹനിക്കാനോ ഉള്ള യാതൊരു അവകാശവും നമുക്കില്ല. അതേപോലെ അയൽക്കാരന്റെ മരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുകയും അത് നമുക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമായി തന്നെ മുറിച്ചു മാറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യം നിയമം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾക്ക് തടസ്സമുണ്ടാക്കുകയോ ശല്യമുണ്ടാക്കുകയോ ചെയ്യുന്ന തരത്തിൽ മറ്റൊരാളുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് ആ മരത്തിന്റെ ഉടമസ്ഥന്റെ ചുമതലയാണ്. പടർന്നു പന്തലിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ അതിർത്തിയിൽ വെച്ച് പിടിപ്പിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. കാരണം ഭാവിയിൽ അത് വളർന്നു പന്തലിക്കുമ്പോൾ അയൽക്കാരന് ശല്യമുണ്ടാക്കുകയും അത് പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ അയൽക്കാരന്റെ മരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുകയും അത് നമുക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അവരോട് ആവശ്യപ്പെടുക ആ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി. എന്നിട്ടും അവരത് കേൾക്കാൻ ഭാവമൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുറിച്ചു മാറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യം നിയമം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. അതായത് അയൽക്കാരന്റെ മരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അയൽക്കാരൻ മുറിച്ചു മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് ആ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാവുന്നതാണ്. നമുക്ക് അപകടമുണ്ടാവാൻ സാധ്യതയുള്ള മരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് വേണം മുറിച്ചു മാറ്റുന്നതിന്. അയൽക്കാരന്റെ പറമ്പിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള അവകാശം നമുക്കില്ല. കഴിവതും അവരോട് മാന്യമായ രീതിയിൽ പറഞ്ഞു നോക്കുക. എന്നിട്ട് അവർ തയ്യാറാവുന്നില്ലെങ്കിൽ മാത്രം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ മതി. അല്ലാതെ ആവശ്യമില്ലാതെ നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നിൽക്കരുത്. അതേപോലെ നമ്മുടെ പറമ്പിലെ മരങ്ങളിലെ ചക്കയോ മാങ്ങയോ അയൽക്കാരന്റെ പറമ്പിലേക്ക് വീഴുകയാണെങ്കിൽ അത് അയൽക്കാരന്റെ സമ്മതമില്ലാതെ അയൽക്കാരന്റെ പറമ്പിൽ പ്രവേശിച്ച് എടുക്കാനുള്ള അവകാശം നമുക്കില്ല. ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിയെ സമീപിക്കാവുന്നതാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 238 പ്രകാരം സെക്രട്ടറിക്ക് ഇതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കാവുന്നതാണ്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അവർ നടപടിയെടുക്കുന്നതാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് നിയമ നടപടി എടുക്കാവുന്നതാണ്. കഴിവതും അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായ രീതിയിൽ തന്നെ പറഞ്ഞു പരിഹരിക്കാൻ ശ്രമിക്കുക. മാന്യമായ രീതിയിൽ പറഞ്ഞു പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള നടപടികളിലോട്ട് കടക്കുക. അപ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് തടസ്സമോ ശല്യമോ ഉണ്ടാക്കുന്ന അയൽക്കാരന്റെ മരങ്ങളുടെ ചില്ലകൾ നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് മാത്രം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുക.
അയൽക്കാരന്റെ പറമ്പിലേക്ക് അതിക്രമിച്ച് കയറിയാൽ നമുക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ ഉണ്ടായേക്കാം. അപ്പോൾ അയൽക്കാരന്റെ നമുക്ക് ശല്യമുണ്ടാക്കുന്ന മരങ്ങൾ എങ്ങനെ മുറിച്ചു മാറ്റാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.